വെൽക്കം ഓൾ ടു ദ ടോപ്പിക് വാട്ടർ ടാങ്ക്സ്. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ കാണുന്ന എലിവേറ്റഡ് ടൈപ്പ് വാട്ടർ ടാങ്കുകളാണ്. രണ്ട് ടൈപ്പ് കാണിച്ചിട്ടുണ്ട്. ഒന്ന് സർക്കുലാർ വാട്ടർ ടാങ്കും മറ്റൊന്ന് റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ടൈപ്പുള്ള വാട്ടർ ടാങ്കും. നമ്മുടെ നാട്ടിൽ സാധാരണ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ച് പൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്ടർ ടാങ്കുകളാണ്. കേരള വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ടാങ്കുകൾ പലതരം സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഇതിനെ എലിവേറ്റഡ് ടാങ്കുകൾ എന്നാണെന്ന് പറയാം. ഇത് കോൺക്രീറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ RCC എലിവേറ്റഡ് വാട്ടർ ടാങ്ക്സ് ആണ്. ഇതിൻ്റെ വേരിയസ് കമ്പോണൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു സ്റ്റേജിങ് പോർഷനുണ്ട്. സ്റ്റേജിങ്, ദെൻ അതിന് മുകളിലായിട്ട് ടാങ്ക് പോർഷനുണ്ട്. ഈ സർക്കിളിൽ കാണിച്ചിരിക്കുന്ന ടാങ്ക് പോർഷനാണ്. അപ്പോൾ രണ്ട് പോർഷനാണുള്ളത്. ഒന്ന് സ്റ്റേജിങ്, രണ്ട് അതിൻ്റെ റിസർവോയർ അല്ലെങ്കിൽ ടാങ്ക്. ഈ സ്റ്റേജിങ് ഉപയോഗിച്ചാണ് നമുക്ക് ആവശ്യത്തിന് ഹൈറ്റിലേക്ക് ഈ ടാങ്കിനെ നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു ഉയരം കൂടിയ സ്ഥലത്താണ് ടാങ്ക് വെക്കേണ്ടതെങ്കിൽ നമ്മൾ സ്റ്റേജിങ്ങിന് അതിനനുസരിച്ച് ഹൈറ്റ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്റ്റേജിങ് വെക്കുമ്പോൾ കോളംസ്, ഇതിനകത്ത് കോളംസ് കാണാൻ കഴിയും. നമുക്ക് ആവശ്യത്തിന് കോളംസ് കൊടുക്കുക. അത് 4 കോളംസോ അല്ലെങ്കിൽ 6 കോളംസോ ടാങ്കിൻ്റെ സൈസ് അനുസരിച്ചിട്ട്. ഈ കോളത്തിനെ കണക്ട് ചെയ്തിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ ബീംസ് റൺ ചെയ്യുന്നുണ്ട്. ഈ ബീമുകളെ ബ്രേസിങ്സ് എന്നാണ് പറയുക. അപ്പോൾ ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബീമുകളാണെങ്കിലും ടാങ്കിനാണെങ്കിലും ബ്രേസിങ് ബീമുകൾ ഉണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഫിഗറിൽ ഇങ്ങനെ ഇൻക്ലൈൻഡായിട്ടും ബീമുകൾ കൊടുത്തിട്ടുണ്ട് ക്രോസ് ഷേപ്പിൽ. അതിനെയും ബ്രേസിങ് തന്നെയാണെന്നാണ് പറയുക. സോ ഈ ക്രോസ് ആയിട്ട് കൊടുക്കുന്ന ബ്രേസിങ്സ് അത് ഓപ്ഷണലാണ്, ചിലപ്പോഴേ കൊടുക്കുള്ളൂ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഈ ബ്രേസിങ്സിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഈ ഹൊറിസോണ്ടൽ ലോഡിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാങ്ക് സ്ട്രക്ചർ ആകുമ്പോൾ ഇതിനകത്ത് സീസ്മിക് ലോഡ്, അതുപോലെ വിൻഡ് ലോഡ്, അതെല്ലാം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രേസിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എലിവേറ്റർ വാട്ടർ ടാങ്കിനെ കൂടാതെ ഗ്രൗണ്ടിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ടാങ്കുകളും ഉണ്ട്. സോ ജനറലി സ്പീക്കിംഗ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് വാട്ടർ ടാങ്ക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 4 ടൈപ്പ് കാണിച്ചു കൊടുക്കാൻ കഴിയും. ഒന്ന് ഗ്രൗണ്ടിൽ ഉള്ള വാട്ടർ ടാങ്ക്, അതായത് കോൺക്രീറ്റ് റെക്റ്റാങ്കുലർ ടാങ്ക് വിത്ത് എർത്ത് കവർ. ഇതിൽ ടാങ്ക് ഗ്രൗണ്ടിൽ നിർമ്മിച്ചതിന് ശേഷം അതിന് മുകളിൽ മണ്ണ് ഫില്ല് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ്. അപ്പോൾ ഇതിനൊരു പ്രൊട്ടക്ഷനും കൂടിയായി. അതിനെയാണ് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടൈപ്പ് സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറയും. സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് സർഫസിൽ നിന്ന് തന്നെ ടാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് വളരെ ഹൈറ്റ് കൂടിയ ഒരു ടാങ്കായിട്ടാണ് ആക്ട് ചെയ്യുക. ഇതിന് സ്റ്റേജിങ് ഉണ്ടായിരിക്കില്ല, ഇത് ഹോൾ ടാങ്ക് പോർഷൻ തന്നെയായിരിക്കും. അതിനെയാണ് സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറയുന്നത്. ദെൻ നമുക്ക് തേർഡ് വൺ പറയുമ്പോൾ, തേർഡും ഫോർത്തും അത് എലിവേറ്റഡ് ടാങ്ക്സ് ആണ്. അതിനകത്ത് സ്റ്റേജിങ് ഉണ്ടായിരിക്കും. ഇതിപ്പോൾ സ്റ്റീൽ ടാങ്കാണ് ഫസ്റ്റ് വൺ, സ്റ്റീൽ സ്റ്റേജിങ്. സെക്കൻഡ് വൺ കോൺക്രീറ്റ് സ്റ്റേജിങ്. അതിൻ്റെ മുകളിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് റിസർവോയേഴ്സ്. ഇത് രണ്ടും എലിവേറ്റഡ് ടാങ്ക്സ് ആണ്. ഒന്ന് സ്റ്റീലും മറ്റേത് കോൺക്രീറ്റുമാണ്. നമുക്കിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത് എലിവേറ്റഡ് വാട്ടർ ടാങ്കിലാണ്. ഇതിൻ്റെ വേരിയസ് കമ്പോണൻസ് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേജിങ് ഉണ്ട് താഴത്ത്, മുകളിൽ റിസർവോയർ അല്ലെങ്കിൽ ടാങ്ക് ഉണ്ട്. പിന്നെ സ്റ്റേജിങ്ങിലുള്ള വേരിയസ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ കോളംസ്, ബ്രേസ് ബീംസ്, ടോപ്പിൽ ഒരു റിംഗ് ബീം ഉണ്ടായിരിക്കും. ഒരു ഏറ്റവും ടോപ്പിൽ സർക്കുലർ ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അതിനൊരു റിംഗ് ബീം ഉണ്ടായിരിക്കും. നമ്മൾ ഫസ്റ്റ് ഫിഗറിൽ നോക്കുകയാണെങ്കിൽ അത് റിംഗ് ഷേപ്പിൽ തന്നെയാണ് റിംഗ് ബീം വരുന്നത്. പിന്നെ ഈ സ്റ്റേജിങ് കോളത്തിൻ്റെ അടിയിൽ ഓരോ കോളത്തിനും ഇൻഡിവിജ്വൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫുട്ടിംഗ് ഉണ്ടാവും. ഒന്നുകിൽ അത് ഇൻഡിവിജ്വൽ ആയിരിക്കും, അതല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ട്, എല്ലാത്തിനും കൂടി കമ്പൈൻഡ് ആയിട്ട് ഒറ്റ ഫുട്ടിംഗ് ആണ് കൊടുക്കാറ്. ദെൻ ഇതിനകത്തൊരു ലാഡർ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ്, താഴത്തുനിന്ന് മുകളിൽ വരെ കയറാനൊരു സ്റ്റെപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതൊന്നുകിൽ
സ്റ്റീലിലായിരിക്കും അല്ലെങ്കിൽ കോൺക്രീറ്റിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇതിന് ഹാൻഡ് റെയിൽസും പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എന്നുള്ള രീതിയിൽ ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ഏറ്റവും ടോപ്പിൽ ഈ വാട്ടർ ടാങ്കിന് ഒരു കവർ സ്ലാബ്, ഒരു റൂഫ് സ്ലാബ് ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. ഇതിന് ഏറ്റവും പുറത്തായിട്ട് ഒരു ബാൽക്കണി പോലത്തെ ഒരു പാസേജ് ഉണ്ടായിരിക്കാം. ആ പാസേജിൻ്റെ അറ്റത്ത് ഒരു ഹാൻഡ് റെയിൽ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ടാവാം. ഇനി വേറെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തേക്കുള്ള പ്ലംബിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. അതിനകത്ത് പൈപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ ഡാർക്ക് കളറിൽ കാണാം. ഈ ഡാർക്ക് കളറിൽ ഏറ്റവും ടോപ്പ് വരെ പോകുന്ന ഈ പൈപ്പ് ഇൻലെറ്റ് പൈപ്പാണ്. അത് 100 mm അല്ലെങ്കിൽ 200 mm ഡയമീറ്ററുള്ള ടാങ്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഉള്ളൊരു പൈപ്പായിരിക്കും ഈ ടാങ്കിനകത്തേക്ക് വെള്ളം കൊണ്ടുവരുന്ന പൈപ്പ്. അതുപോലെ വേറൊരു പൈപ്പ് ഔട്ട്ലെറ്റ് പൈപ്പ് ഉണ്ടാവും. ഇത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ളത്. ഇത് അടിയിൽ നിന്നായിരിക്കും ഇതിൻ്റെ സ്റ്റാർട്ടിങ്, കാരണം അത് പുറത്തേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ളതുകൊണ്ട്. പിന്നെ അത് ഇനിയുള്ളത് മാൻഹോള്. ഈ വാട്ടർ ടാങ്കിൻ്റെ കവർ സ്ലാബ് ഉണ്ടെങ്കിൽ ആ കവർ സ്ലാബിൽ ഒരു സർക്കുലർ ഷേപ്പിലുള്ളൊരു ഹോൾ ഉണ്ടാവും. അതിനൊരു കവർ ഉണ്ടാവും, അതിനൊരു ഡോർ കവർ. അപ്പോൾ ഈ ഹോളിന് പറയുന്നതാണ് മാൻഹോൾ. ഇത് മാൻഹോളിൽ കൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ക്ലീനിങ്ങോ അല്ലെങ്കിൽ മെയിൻ്റനൻസ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇനി എലിവേറ്റഡ് വാട്ടർ ടാങ്ക്സിൽ എന്തൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് നോക്കാം, ഏതൊക്കെ ഷേപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. അത് ഈ ബേസിക് ഷേപ്പുകൾ പ്ലാനും അതിൻ്റെ എലിവേഷനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ടാങ്കിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ഒരു സ്ക്വയർ ടാങ്കാണ്. അത് 4 കോളംസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. ഫസ്റ്റ് വൺ. ഇതിൻ്റെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ടാങ്ക് പോർഷൻ വരുന്നത്. ടാങ്കിൻ്റെ ഫ്ലോർ സ്ലാബാണ് ഈ കാണിച്ചിരിക്കുന്നത്. ടോപ്പിൽ കവർ സ്ലാബൊന്നും കൊടുത്തിട്ടില്ല, ലൈൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ 2 കോളംസ് എലിവേഷനിൽ കാണും. ടോട്ടലി 4 കോളംസ് ഉണ്ട്. പിന്നെ ബ്രേസിംഗ് ബീംസ്. ഈ ബ്രേസിംഗ് ബീമുകൾ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ കോളംസ് തമ്മിലുള്ള സ്പേസിങ് എത്രയാണോ അത് തന്നെയായിരിക്കും സാധാരണഗതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ചെറിയ സൈസുള്ള ടാങ്കുകൾക്കാണ് ഈ അറേഞ്ച്മെൻറ്റ് 4 കോളം യൂസ് ചെയ്യുക. കുറച്ച് വലിയ അളവുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റിലേക്കാണ് പോവുക. അപ്പോൾ 8 കോളംസ് കൊടുത്തിട്ടുണ്ട് പ്ലാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിനനുസരിച്ചുള്ള സ്റ്റേജിങ്ങും കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ കവർ സ്ലാബ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ 2 ഡോട്ടർ ലൈൻ വരുന്നത്. പിന്നെ അതിന് ക്രോസ് ആയിട്ടുള്ള ബീംസുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഈ പറഞ്ഞ ആദ്യത്തെ 2ഉം റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ കാറ്റഗറിയിൽ വരുന്ന ടാങ്കുകളാണ്, എലിവേറ്റഡ് ടാങ്കുകളാണ്. വേറെ ഇനി പറയാൻ പോകുന്ന 3 അത് 3ഉം സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലുള്ള ടാങ്കുകളാണ്. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു സർക്കുലർ ഷേപ്പിലുള്ള എലിവേറ്റഡ് വാട്ടർ ടാങ്കിൻ്റെ ഡ്രോയിങ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ്. റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൻ്റെ നിങ്ങൾ അത് നോക്കിയിട്ട് മനസ്സിലാക്കി ഇതും കൂടി യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ സ്വയം പഠിക്കേണ്ടതാണ്. സിലിണ്ട്രിക്കൽ ടൈപ്പ് ടാങ്കുകളിൽ 3 കാണിച്ചിട്ടുണ്ട്. ഇതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ റിസർവോയറിൻ്റെ ഷേപ്പിലുള്ള വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റേജിങ് കഴിഞ്ഞ് ഇതിൻ്റെ റിസർവോയറിൽ സാധാരണ ടൈപ്പിലുള്ള ഒരു സിലിണ്ട്രിക്കൽ ടാങ്കാണ്. അതായത് അതിൻ്റെ ബേസ് ഒരു ഫ്ലാറ്റ് ആയിരിക്കും. അതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കവേർഡ് ആയിരിക്കും. ചിലപ്പോൾ കവേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഡോം ടൈപ്പ്, ഒരു ആർച്ച് ഷേപ്പിലുള്ള ഡോം ടൈപ്പിലുള്ള റൂഫായിരിക്കും, അല്ലെങ്കിൽ അത് ഓപ്പൺ ആയിരിക്കും. ഇനി പ്ലാൻ നോക്കുകയാണെങ്കിൽ 6 കോളംസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പുറത്തൊരു ഡോട്ടർ ലൈൻ കാണിച്ചിരിക്കുന്നത് അത് അതിനകത്ത് വാക്കിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ പാസേജ് ചുറ്റും കൊടുത്തിട്ടുണ്ട് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്.
അതിൻ്റെ ഹാൻഡ് റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ പ്രൊജക്ഷൻ സ്ലാബിന് ആ ലെവലിൽ കൊടുത്തിട്ടാണ് അതാണ് ഡോട്ടർ ലൈനിൽ അത് കാണിച്ചിരിക്കുന്നത്. ഇനി സെക്കൻഡ് ടൈപ്പ് സിലിണ്ടറിക്കൽ ടാങ്ക് എന്ന് പറഞ്ഞാൽ ഡോം ബോട്ടമാണ്. ഇതിൻ്റെ ബോട്ടം പോർഷൻ ഫ്ലാറ്റ് അല്ല, നേരത്തെ അത് ഫ്ലാറ്റ് ആയിരുന്നു, ഇപ്പോൾ ഫ്ലാറ്റ് അല്ല. ഇതിൻ്റെ ടാങ്കിൻ്റെ ബോട്ടം ഒരു ഡോം ഷേപ്പിലാണ്. ഇത് നമുക്ക് ലോഡ് വളരെ ചുരുങ്ങിയ ചിലവിൽ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു മെത്തേഡാണത്. ഫ്ലാറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ റീഇൻഫോഴ്സ്മെൻ്റ് ഒക്കെ വേണ്ടി വരും. ഇത് ആർച്ച് ആയതുകൊണ്ട് കുറച്ച് റീഇൻഫോഴ്സ്മെൻറ്റ് വളരെ കുറച്ച് മതി. ബാക്കി ഷേപ്പൊക്കെ സെയിം ആണ് ഫസ്റ്റ് വണ്ണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഇതിനകത്ത് ഇൻസ്പെക്ഷൻ പ്ലാറ്റ്ഫോം ചുറ്റിലും കൊടുത്തിട്ടില്ല. കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അത് ഓപ്ഷണലാണ് ആവശ്യം അനുസരിച്ച്. ഇനി തേർഡ് ടൈപ്പ് ഇൻസ് ടൈപ്പിൽ ടാങ്കിൻ്റെ ബോട്ടം ഡോം ഷേപ്പ് ആയിരിക്കും, ടോപ്പിലും അതുപോലെ ഡോം റൂഫ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ സൈഡ് എന്ന് പറഞ്ഞാൽ കോണിക്കൽ ഷേപ്പ് ആയിരിക്കും, ഒരു ഇൻക്ലൈൻഡ് പോർഷൻ ഉണ്ടായിരിക്കും അതിനകത്ത്. അപ്പോൾ ഇൻക്ലൈൻഡ് പോർഷനും കൂടി വന്നു കഴിയുമ്പോൾ അതിനെ ഇൻസ് ടൈപ്പ് എന്നാണ് പറയുക. ഇതിൻ്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ 6 കോളംസ് ഉണ്ട്. പിന്നെ അതിന് ചുറ്റുമുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ഇത് ടാങ്കിൻ്റെ ഈ ഔട്ടർ ലൈനുകളാണ്, അത് വലിപ്പം കൂടുതലാണ് കോളത്തിൻ്റെ സർക്കിളിനേക്കാളും. സ്റ്റേജിങ് ചിലപ്പോൾ ഇൻക്ലൈൻഡ് ആയിട്ട് ഇതുപോലെ കൊടുക്കാറുണ്ട് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. കൺസ്ട്രക്ഷൻ വൈസ് അത് ബുദ്ധിമുട്ടാണെങ്കിലും കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും അത്. വലിയ ടാങ്കുകൾക്കൊക്കെ ഈ രീതിയിൽ സ്റ്റേജിങ് ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്ത് കാണാറുണ്ട്. ജനറൽ ഇൻഫർമേഷൻ അബൌട്ട് വാട്ടർ ടാങ്ക്സ് ആണ് ഇത്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. Now we'll move to a question. The university question ആണ്. An elevated open circular water tank at 12 meter height. അപ്പോൾ ഇത് ഗ്രൗണ്ടിൽ നിന്ന് 12 മീറ്റർ ഹൈറ്റ് ആണ് പറയുന്നത്. സ്റ്റേജിങ്ങിൻ്റെ ഹൈറ്റ് ആണത്. അതിൻ്റെ മുകളിലാണ് ടാങ്ക് വരിക. RCC കോളംസ് 6 എണ്ണമാണ്, 450 mm ഡയമീറ്റർ. അപ്പോൾ സർക്കുലർ കോളംസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ക്വയർ കോളംസും യൂസ് ചെയ്യാം. വാട്ടർ ടാങ്ക് ഇൻസൈഡ് ഡയമീറ്റർ 4.6 മീറ്റർ. വാട്ടർ ടാങ്കിൻ്റെ ഇന്നർ ഡയമീറ്റർ ആണ് 4.6 മീറ്റർ പറഞ്ഞിരിക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ വാൾ തിക്നെസ് 200 mm. ഹൈറ്റ് ഓഫ് ടാങ്കിൻ്റെ മാത്രം ഹൈറ്റ് 2.5 മീറ്റർ. ബോട്ടം സ്ലാബ് 200 mm തിക്കാണ്. പ്രൊജക്ഷൻ ബിയോണ്ട് റിംഗ് ബീം 1 മീറ്റർ ഓൾ അറൗണ്ട്. അതായത് നേരത്തെ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഈ റിംഗ് ബീമിൽ നിന്ന് ഒരു മീറ്ററോളം ടാങ്കിന് പ്രൊജക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ 0 പ്രൊജക്ഷൻ ആയിരിക്കും, ചിലപ്പോൾ ഇതുപോലെ ഒരു പ്രൊജക്ഷനുള്ള ടൈപ്പ് ആയിരിക്കും. അത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കണം. പ്രൊവൈഡ് എ ഹാൻഡ് റെയിൽ ഓഫ് 1 മീറ്റർ ഹൈറ്റ് അറ്റ് ദ ഔട്ടർ എഡ്ജ്. അത് ഏറ്റവും ടോപ്പിൽ. റിംഗ് ബീംസ് ആൻഡ് ബ്രേസ് ബീംസ് 6 numbers 300 by 300 mm is provided equally spaced from ground level to bottom of slab. ഇൻലെറ്റ് 100 mm ഡയ, ഔട്ട്ലെറ്റ് 150 mm. ഇത് പൈപ്പിൻ്റെ ഡയമീറ്റർ ആണ്. ഡ്രോ ക്രോസ് സെക്ഷണൽ എലിവേഷൻ ഫ്രം ഗ്രൗണ്ട് ലെവൽ ഓഫ് എലിവേറ്റഡ് ടാങ്ക്. അപ്പോൾ ഇതിനകത്ത് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എലിവേഷൻ മാത്രം, ക്രോസ് സെക്ഷണൽ എലിവേഷൻ മാത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പ്ലാൻ വരയ്ക്കണമെന്നില്ല. ഇവിടെ റിംഗ് ബീം ആൻഡ് ബ്രേസ് ബീംസ് 6 numbers 300 mm 300. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് 6 കോളംസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതിനെ കണക്ട് ചെയ്തിട്ട് 6 ബീംസ് ഉണ്ടാവും. 1 2 അങ്ങനെ 6 എണ്ണം. അപ്പോൾ ഈ 6 ബീംസിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 6 ബ്രേസ് ബീംസ് ഉണ്ട്, റിംഗ് ബീം ഉണ്ട്. ഇത് ഈക്വലി സ്പേസ്ഡ്. ഈ 12 മീറ്റർ ഹൈറ്റാണ് വരുന്നത്. അതിന് ഈക്വലി 12 മീറ്ററിന് നമുക്ക് ഈ ഒരു 4 മീറ്റർ സ്പേസിങ്ങിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 3 ലെവൽസിലായിട്ട് വരും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. RCC എലിവേറ്റഡ് വാട്ടർ ടാങ്ക് ഹാസ് ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻസ്. ഹൈറ്റ് ഓഫ് ടാങ്ക് എബവ് ഗ്രൗണ്ട് ലെവൽ ടു ദ ബോട്ടം ഓഫ് വാട്ടർ 9.8 മീറ്റർ. അതായത് ടാങ്ക് ബേസ് സ്ലാബ്, ബോട്ടം സ്ലാബിൻ്റെ ടോപ്പ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഗ്രൗണ്ടിൽ നിന്ന്. ഇന്നർ ഡയമെൻഷൻസ് ഓഫ് ദ ടാങ്ക് 4500 4500 1500. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ടാങ്ക് ആണ്, സർക്കുലർ ടാങ്ക് അല്ല. അപ്പോൾ ഈ ഡയമെൻഷൻ നോക്കിയിട്ട് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. ഇതിൻ്റെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് ഇന്നർ ഡയമെൻഷൻസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ഇത് റെക്ടാങ്കുലർ അല്ല, സ്ക്വയർ ഷേപ്പാണ്. 4500 by 4500. തിക്നെസ് ഓഫ് സൈഡ് വാൾസ് ആൻഡ് ബോട്ടം സ്ലാബ് 200 mm. സൈസ് ഓഫ് കോളം 400 by 400. സൈസ് ഓഫ് ബീംസ് 400 by 300. സ്പേസിങ് 3000. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഇതിനകത്ത് ഡെപ്ത് ഓഫ് RCC ഫുട്ടിംഗ് ബിലോ ഗ്രൗണ്ട് ലെവൽ
1000 mm, അതായത് ഈ കോളത്തിന് ഫുട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ഫുട്ടിങ് ഗ്രൗണ്ടിൽ നിന്ന്, ഇത് ഗ്രൗണ്ട് ലെവലാണ്, ഗ്രൗണ്ടിൻ്റെ അടിയിൽ നിന്ന്, ഗ്രൗണ്ട് സർഫസിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലാണ് ഈ ഫുട്ടിങ് ഉള്ളതെന്നുള്ളത്. ഇത് 1000 mm നിൽക്കുന്നത്. സൈസ് ഓഫ് ഫുട്ടിങ് 1500 by 1500. ഇതിൻ്റെ സൈസ്, ഫുട്ടിങ്ങിൻ്റെ പ്ലാൻ സൈസ്. ദെൻ തിക്നെസ് ഓഫ് ദ ഫുട്ടിങ് ഈസ് 450 mm. 450 mm ആൻഡ് 150 mm. സ്ലോപ്പിംഗ് ആണ്. ഈ എഡ്ജിൽ 450യും ഈ ഫ്രീ എഡ്ജിൽ 150 mm. ഡ്രോ സെക്ഷണൽ എലിവേഷൻ ഷോയിങ് ഓൾ ദ ഡീറ്റെയിൽസ്. ദെൻ പ്ലാനും സെക്ഷണൽ എലിവേഷനും വരയ്ക്കണം. രണ്ടിനും കൂടി ചേർത്ത് 25 മാർക്കാണ് എക്സാമിന് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഒന്ന് സർക്കുലർ ടാങ്കും മറ്റേത് റെക്റ്റാങ്കുലർ ടാങ്കുമാണ്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സർക്കുലർ ടാങ്കാണ്. ഇത് യൂസ് ചെയ്തിട്ട് റെക്റ്റാങ്കുലറും എങ്ങനെ വരയ്ക്കണമെന്നുള്ളത് നിങ്ങൾ സ്വയം തന്നെ പഠിക്കണം. വരയ്ക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഈ വീഡിയോയുടെ അടുത്ത പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.